എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1202 നമ്മൾ കടക്കാൻ പോവുകയാണ്. ഈ സമയത്തുണ്ടാകുന്ന ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ അശ്വതി നക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അശ്വതി നക്ഷത്രത്തെ ജനിച്ചവരെ സംബന്ധിച്ച് ഈ പുതിയ വർഷം വലിയ മാറ്റങ്ങളുടെയും വഴിത്തിരിവുകളുടെയും ഒക്കെ കാലഘട്ടമാണ്. കാരണം വ്യാഴം, ശനി, രാഹു, കേതു എന്നീ പ്രമുഖ ഗ്രഹങ്ങളെല്ലാം തന്നെ ഈ വർഷം വലിയ രാശിമാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി രാശിമാറ്റം ഉണ്ടാകുമ്പോൾ അശ്വതി നക്ഷത്രക്കാരുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയെ അതൊക്കെ എങ്ങനെ ബാധിക്കും, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, ദോഷങ്ങളൊക്കെ മാറാൻ എന്ത് പരിഹാരങ്ങളൊക്കെ ചെയ്യണം എന്നതിനെപ്പറ്റി സമഗ്രമായി ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ആദ്യം തന്നെ ഈ വർഷത്തെ പ്രധാന ഗ്രഹസ്ഥിതി ഒന്ന് മനസ്സിലാക്കാം. 2026 ഒക്ടോബർ 31 വരെ കർക്കടകത്തിലാണ് വ്യാഴം 4-ാം ഭാവത്തിൽ. തുടർന്ന് 2027 ജനുവരി 24 വരെ അത് ചിങ്ങത്തിലായിരിക്കും 5-ാം ഭാവത്തിൽ. അതിനുശേഷം വീണ്ടും ജൂൺ 25 വരെ കർക്കടകത്തിലും പിന്നീട് ചിങ്ങത്തിലും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ശനി 2027 ജൂൺ വരെ മീനൻ രാശിയിലും അതിനുശേഷം മേടൻ രാശിയിലേക്കും പ്രവേശിക്കുന്നുണ്ട്. രാഹു കേതുക്കൾ 2026 ഡിസംബർ 5-ന് രാഹു കുംഭത്തിൽ നിന്ന് മകരത്തിലേക്കും കേതു ചിങ്ങത്തിൽ നിന്ന് കർക്കടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഈ ഗ്രഹസ്ഥിതി വെച്ചുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുവെ ധൈര്യശാലികളും വേഗത്തിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്നവരുമാണ്. മേടക്കൂറിൻ്റെ ആദ്യ നക്ഷത്രമായതിനാൽ നേതൃത്വ പാഠവും ഇവരുടെ രക്തത്തിൽ ഉള്ളതാണ്. എന്നാൽ ഈ വർഷത്തെ ഗ്രഹങ്ങളുടെ ഈ കൂടുവിട്ട് കൂടുമാറൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകാൻ പോകുന്നത്. ചില സമയങ്ങളിൽ വലിയ ഭാഗ്യവും മറ്റു ചിലപ്പോൾ കഠിനമായ പരീക്ഷണങ്ങളെയും നേരിടേണ്ടതായി വരാം. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ എങ്ങനെ പോകുമെന്ന് നോക്കാം. 1202 ആണ്ടിൻ്റെ ആദ്യ പകുതിയിൽ, അതായത് 2026 ഒക്ടോബർ വരെ തൊഴിലിൽ ചില തടസ്സങ്ങളോ കഠിനാധ്വാനത്തിന് തക്കതായ പ്രതിഫലമൊക്കെ കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ 2026 ഒക്ടോബർ 31-ന് വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് 5-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ കരിയറിൽ വൻ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിലന്വേഷകർക്ക് മികച്ച ജോലിയൊക്കെ ലഭിക്കും. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഡിസംബറിന് മുന്നേ അതിനുള്ള വഴിയൊക്കെ തെളിയുന്നതാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പുതിയ പാർട്ട്ണർഷിപ്പുകളൊക്കെ വരാം. എന്നാൽ ഡിസംബർ 5-ന് രാഹു 10-ാം ഭാവമായ മകരത്തിലേക്ക് രാശി മാറുന്നതോടെ ബിസിനസ്സിലെ വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ്. 2027 ജൂണിന് ശേഷം ശനി മേടൻ രാശിയിലേക്ക്, നിങ്ങളുടെ ജന്മരാശിയിലേക്ക് കടക്കുന്നതിനാൽ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി തർക്കങ്ങളൊന്നും ഉണ്ടാകാതെയും നോക്കണം. നിങ്ങളുടെ പദവികളൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരാം. രാഷ്ട്രീയത്തിലോ പൊതുരംഗത്തോ ഒക്കെ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ സമയത്തുണ്ടായേക്കാം. വാക്കുകളിലൊക്കെ നിയന്ത്രണവും വേണ്ട സമയമാണ്. ഈ സമയത്ത് സാമ്പത്തികം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ വർഷം ഒരു റോളർ കോസ്റ്റർ പോലെ ആയിരിക്കും എന്ന് പറയാം. പണത്തിൻ്റെ വരവൊക്കെ ഉണ്ടാകും, എങ്കിലും ചിലവുകൾ അതിനേക്കാളും വേഗത്തിലായിരിക്കും. 2026 ഒക്ടോബർ വരെയും പിന്നീട് 2027 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴം കർക്കടകത്തിൽ നിൽക്കുന്നതിനാൽ അനാവശ്യ ചിലവുകൾ ഈ സമയത്ത് വരാം. വീട് പണി, വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായിട്ടൊക്കെ പണം ചിലവഴിക്കേണ്ടതായും വരാം. എന്നാൽ വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്ന 2026 നവംബർ, ഡിസംബർ, ജനുവരി മാസത്തിൽ സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ, അതുപോലെ പിതൃസ്വത്തൊക്കെ ലഭിക്കാനുള്ള സാധ്യത എന്നിവയും കാണുന്നുണ്ട്. ശനി 12-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കോടതി കാര്യങ്ങൾക്കോ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കോ ഒക്കെ പണം ചിലവാകാൻ സാധ്യതയുണ്ട്. ആർക്കെങ്കിലും ജാമ്യം നിൽക്കുകയോ പണം കടം കൊടുക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് തിരികെ കിട്ടാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ചിട്ടയായ ബഡ്ജറ്റൊക്കെ സൂക്ഷിച്ചാൽ ഈ വർഷം സാമ്പത്തിക പ്രതിസന്ധികളില്ലാതെ കടന്നു പോകാനും സാധിക്കുന്നതാണ്. ഇനി അശ്വതി നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിലേക്ക് നോക്കിയാൽ സമാധാനവും എന്നാൽ അസ്വസ്ഥതകളും മാറി മറിഞ്ഞ് വരാം. 2026 ഡിസംബറിൽ കേതു 4-ാം ഭാവമായ കർക്കടകത്തിലേക്ക് വരുന്നത് അമ്മയുടെ ആരോഗ്യത്തെയൊക്കെ ബാധിച്ചേക്കാം. അല്ലെങ്കിൽ അമ്മയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം കൊണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതാണ്. അവിവാഹിതരായ അശ്വതി നക്ഷത്രക്കാർക്ക് 2026 നവംബർ മുതൽ 2027 ജനുവരി വരെയുള്ള സമയത്ത് വിവാഹ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്.
അതുപോലെ പ്രണയിക്കുന്നവർക്ക് അവരുടെ ബന്ധമൊക്കെ വിവാഹത്തിലേക്ക് എത്തിക്കാനും സാധിക്കുന്നതാണ്. ദമ്പതികളൊക്കെ തമ്മിൽ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 2027 ജൂണിന് ശേഷം ശനി ജന്മത്തിലൊക്കെ വരുമ്പോൾ പരസ്പര വിശ്വാസവും വിട്ടുവീഴ്ചയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ദാമ്പത്യം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അല്ല, കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഈ വർഷം സന്താനഭാഗ്യം ഉറപ്പായും ഉണ്ടാകുന്നതാണ്. ഇനി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ വർഷം കഠിനാധ്വാനത്തിൻ്റെ ഒരു വർഷമാണെന്ന് പറയാം. വ്യാഴം 5-ാം ഭാവത്തിലെത്തുമ്പോൾ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുകയും മത്സര പരീക്ഷകളിലൊക്കെ ഉയർന്ന വിജയം നേടാനും സാധിക്കുന്നതാണ്. എന്നാൽ കേതു 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയങ്ങളിൽ പഠനത്തിലെ ശ്രദ്ധക്കുറവ്, അലസത എന്നിവയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കൂട്ടുകെട്ടുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഉപരിപഠനത്തിന് വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് 1202-ാം ആണ്ടിൻ്റെ മധ്യത്തോടെ അനുകൂലമായ വിസയും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അഡ്മിഷനും ഒക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ IT, മെഡിക്കൽ മാനേജ്മെൻറ്റ് മേഖലയിലൊക്കെ പഠിക്കുന്നവർക്ക് മികച്ച പ്രകടനവും കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ്. ഇനി അശ്വതി നക്ഷത്രക്കാരുടെ ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അശ്വതി നക്ഷത്രക്കാരെ ഈ വർഷം ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. ഏഴരശനിയുടെ കാലഘട്ടം, അതുപോലെ ശനി ഇനി ജന്മരാശിയിലേക്കൊക്കെ കടക്കുന്ന ഒരു സമയം കൂടി വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ അസ്വസ്ഥതകളൊക്കെ വിട്ടുമാറാതെ നിന്നേക്കാം. പ്രധാനമായും വാദസംബന്ധമായ രോഗങ്ങൾ, അസ്ഥികൾ, സന്ധികൾ എന്നിവയൊക്കെ വേദന ഉണ്ടാകുക. അതുപോലെ കേതുവിൻ്റെയും വ്യാഴത്തിൻ്റെയൊക്കെ മാറ്റങ്ങൾ കാരണം ദഹനക്കേട്, ഗ്യാസ് ട്രബിൾ എന്നിവയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ജന്മശനി അനാവശ്യ ഭയവും മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. യാത്രകളിലൊക്കെ അതീവ ശ്രദ്ധ പുലർത്തുക. പ്രത്യേകിച്ച് രാത്രികാല യാത്രകളെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ദിവസവും യോഗയോ വ്യായാമമോ ധ്യാനമോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ഗ്രഹങ്ങൾ അനുകൂലമല്ലാത്ത സമയത്ത് ഭയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് ഈശ്വരവിശ്വാസത്തോടെയൊക്കെ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുകയാണ് വേണ്ടത്. അശ്വതി നക്ഷത്രക്കാരുടെ 1202-ാം ആണ്ടിലെ ഗ്രഹദോഷങ്ങൾ അകറ്റാൻ എന്തൊക്കെ പരിഹാരങ്ങളും കൂടി ചെയ്യണം എന്ന് നോക്കാം. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം വഴിപാട്, അതുപോലെ എള്ളുതിരി വഴിപാട് എന്നിവയൊക്കെ സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി പാൽപ്പായസം വഴിപാടൊക്കെ ആയിട്ട് കഴിക്കുന്നതും നല്ലതാണ്. കേതുവിൻ്റെ ദോഷത്തിന് ചൊവ്വാഴ്ചകളിൽ ഗണപതി ഭഗവാനെ കർഗമാലയും മോദകവുമൊക്കെ സമർപ്പിക്കുന്നത് കേതുവിൻ്റെ ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. അതുപോലെ ജന്മനക്ഷത്ര ദിവസം അശ്വതി നക്ഷത്രം വരുന്ന ദിവസം ക്ഷേത്രദർശനമൊക്കെ നടത്തി വഴിപാടുകളൊക്കെ കഴിക്കുക. മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ഒക്കെ ബഹുമാനിക്കുക. ചുരുക്കത്തിൽ കൊല്ലവർഷം 1202 അശ്വതി നക്ഷത്രക്കാർക്ക് മുന്നറിയിപ്പുകളും ഒപ്പം വലിയ അവസരങ്ങളും ഒക്കെ തരുന്ന ഒരു വർഷമാണ്. പ്രതിസന്ധികളിൽ നിന്നും തളരാതെ അവസരങ്ങളൊക്കെ മുതലാക്കി മുന്നോട്ട് പോയാൽ ഈ വർഷം നിങ്ങൾക്ക് ഒരു വിജയത്തിൻ്റെ വർഷമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട അശ്വതി നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്കും അതുപോലെ ബന്ധുക്കൾക്കുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയുടെ അവസാനം രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.